മെർലിൻ ഞാൻ എന്താ ഇവിടെ എത്തി. എന്തേ വരണില്ലെന്ന് അതെന്തൊരു പരിപാടി? അതെന്തോടെ തന്നോട് ഇന്നലെ പറഞ്ഞല്ലേ? ഇന്ന് രാവിലെ വിളിച്ചപ്പോ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരാള് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാ ഒന്നെങ്കിൽ വരുന്ന് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തീർത്ത് പറയണം. അല്ലാതെ പിന്നെ ഇതെന്തൊരു പരിപാടി? താൻ കുറച്ചേരം മൂളിക്കൊണ്ടുവന്ന് അത് കഴിഞ്ഞാൽ കുറച്ചേരം മിണ്ടായിരുന്നു, പിന്നെ അങ്ങ് ഫോൺ കട്ട് ചെയ്ത്. മെർലിൻ അല്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. എടോ താനൊന്ന് മനസ്സിലാക്കടോ, എന്റെ ഒരു കുഞ്ഞു മനസ്സാടോ. എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കണേ? ഒന്നും ആടോ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. കാല് പിടിക്കാനാ ഞാനാ? അതിനെ നീ വേറെ ആളെ നോക്കണം. നീ വെച്ചിട്ട് പോയേ. മറ്റേ ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? മെർലിൻ. അവളെ നമ്മുടെ ഒരു ഫ്രീഡം കൊടുത്തപ്പോ തന്നെ തല കയറി നിരങ്ങുന്നു കുനിഞ്ഞെടുത്തപ്പോ. കുനിഞ്ഞെടുക്കാൻ പോയിട്ടല്ലേ, അതുകൊണ്ടല്ലേ നിരങ്ങിയത്. നീ ആ കാര്യം വിടും. നീ ആ കാര്യം വിടുന്നതാണ് നിനക്ക് നല്ലത്. വിട്ട കേസ് ചീള കേസ്. പിന്നെ അത് അവളാണ് നമ്മളെ ചങ്ക് ഫ്രണ്ട്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ അടുത്തടുത്ത് വരും. നമ്മള് പിന്നെ മുട കാണിക്കാനും തുടങ്ങും. എടാ മാനം കെട്ടവനെ, വൈറ്റക്കാറാ നിന്റെ പ്രശ്നം എന്താണ്? നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ സകല അലമ്പ് ഞാൻ അറിഞ്ഞു. എന്തായിരുന്നു നിലത്ത് കിടന്ന് ഉരുളുന്ന് മെഴുകുന്ന് മോങ്ങുന്ന്. അല്ല നിന്റെ പ്രശ്നം എന്താണ്? എന്താണ് നിന്റെ കുഴപ്പം? എന്താ ഞാൻ അറിയത്തില്ലെന്ന് വെച്ചാ? ചിരിക്കലായിട്ടോ, അധികം ചിരിയൊന്നും വേണ്ട. നിനക്ക് കേശുവിനെ അറിഞ്ഞൂടെ? എടേ നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ചാ തന്നെ തിരിഞ്ഞോലും നോക്കൂലോ. പിന്നെ എന്നിട്ട് എന്തിനു തിരിഞ്ഞു നോക്കുന്നത്? നമ്മളൊരു കാര്യം വിട്ടാണെന്ന്. എന്നിട്ട് എന്ത് വിടാത്ത എന്താ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? കേശു ഉള്ളത് പറയാലോ, നീ പെട്ടുപോയി. നീ അങ്ങ് പെട്ടുപോയി, അതാണ് പറ്റിയത്. അല്ലല്ലയാ, നീ ഇങ്ങ് വന്നാ ഞാൻ ചോദിക്കട്ടെ. എന്റെ സംശയമാണ് കേട്ടാ, ഇതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് നീ മെർലിനിൽ കാണുന്നത്? മാനത്ത് നോക്കിയാൽ ക്വാളിറ്റി കിട്ടില്ല. ക്വാളിറ്റി ഒന്നും ഇല്ല. ക്വാളിറ്റി അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. എന്ത്? അല്ലടി അവളുടെ ഈ ചിരിയും ആ ഒരു സംസാര രീതിയില്ലേ, എന്തോ അങ്ങനെ ഇഷ്ടമായി പോയി. അപ്പൊ നീ അതോടെ ബാഗും തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു വന്ന് ഓട്ടോയിലും വിളിച്ചിട്ട് വന്നവരായിരുന്നു. ഓവറാക്കല്ലേ? വേണ്ട വേണ്ട, ഓട്ടോയിലും വിളിച്ചിട്ട് വന്നു. ഞാൻ ഓട്ടോയിൽ തന്നെ വന്നത്. പിന്നെ ജംഗ്ഷനിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു വ്യായാമമല്ലേ, നടക്കാം എന്ന്. അങ്ങനെ നടന്നു വന്നേണാ? നിനക്കെന്ത് പറ്റി? ഒരു കാര്യം ഉണങ്ങി കൊട്ടൻ അടിച്ചു പോയല്ലോ. അവിടെ ഹോസ്റ്റലിൽ ഫുഡ് ഒന്നും തരൂല്ലേ? വിളിക്കണ? എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പമൊന്നും നിനക്കാണ്. എന്റെ കോലം നോക്കിയാണ് എന്തോടെ നിനക്ക് പറ്റിയത്? ഞാൻ 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നു, അപ്പൊ ഇവിടെ നടക്കാത്ത പ്രശ്നമൊന്നും ഇല്ല. എനിക്ക് എന്ത് കുഴപ്പം നടിയ പറയണേ? നിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞു തരണ? ഞാൻ പറഞ്ഞു തരട്ടാ. നീ ഇവിടെ വേറൊന്നും ആലോചിക്കാണ്ട്, വേറൊന്നും ശ്രദ്ധിക്കാണ്ട്, നിരാശ കാമുവിനെ പോലെ ഡിപ്രഷൻ അടിച്ച് തെക്കോട്ടും വടക്കോട്ടും നടക്കുമെന്ന് പറഞ്ഞാ തെറ്റാണെന്ന് പറയൂ നീ? ശരിയല്ല. എന്നിട്ട് കാല് പിടിക്കാൻ നടക്കണം. കാല് പിടിക്കാൻ പറഞ്ഞേ ഒറ്റ ഒരെണ്ണം തന്നാ മതി, അപ്പൊ മാറിക്കൊള്ളു നിന്റെ അസുഖമൊക്കെ. കേശുവെ, ഞാൻ വീണ്ടും പറയുവാണ്, നിന്റെ വില നീ ആയിട്ട് കളഞ്ഞു വിളിക്കരുത് കേട്ടല്ലോ. എടീ, ഇതേ സംഭവം എന്താന്ന് വെച്ചാല് ആദ്യം ഒരു തമാശക്ക് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ മനുഷ്യ മനസ്സിന്റെ കാര്യമല്ലേ. മനുഷ്യ മനസ്സ് മാങ്ങാത്തൊലി. ഒടുക്കാത്ത ഫിലോസഫി കൂടെ പറഞ്ഞാ മതി. ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് കേശു. പോട്ടെ, ഇവിടെ നീ ഇത്രയും ദൂരത്തൊക്കെ തോക്കിക്കൊണ്ട് വന്നല്ലേ, ഇങ്ങടെ ഞാൻ കൊണ്ടുപോവാ. ഇവിടം വരെ കൊണ്ടുവരാമെങ്കിൽ വീട്ടിൽ കൊണ്ടുവയ്ക്കാനും എനിക്കറിയാം. അണ്ണൻ ഒരുപാട് സഹായിക്കില്ലേ? എന്ത് വരുന്നില്ലേ? എന്നാ എന്തിനാണ് എവിടേക്കും പിണങ്ങിയ? സഹോദരാ, വരൂ,
ഞാനൊരു സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നിനക്ക് വേണ്ടിട്ട് വാ. അതൊന്നും കുഴപ്പമില്ല, നീ വന്നല്ലേ, എനിക്ക് അത് മതി. നല്ലത് പക്ഷെ നാളെ ചിരിക്കാം കേട്ടോ. പിന്നെ രംഗണ്ണൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ന്യൂ ഇയർ പരിപാടി സമ്പാൻ? ന്യൂ ഇയർ പരിപാടിയാ? യെസ്. നമ്മളെല്ലാരും കൂടെ ഗൗരി അമ്മായിയുടെ ഫ്രണ്ടായ കൃപാന്തേട്ടന്റെ വീട്ടിൽ പോകുന്നു. ന്യൂ ഇയർ പരിപാടി അവിടെ അടിച്ചു പൊളിക്കുന്നു. നമ്മുടെ വീട്ടിലൊന്നും ഇല്ലേ? അതെവിടെ, നമ്മളെ പരിപാടി ഇന്ന് മൊത്തം അവിടെ ആണ്. വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടിയോ? മേടിക്കണം. അവിടെ എന്തായാലും ന്യൂ ഇയർ പൊളിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. അതിനാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ കരകാനുണ്ട് ഉണ്ടോ? പിന്നെ കരകാനുണ്ട്. മാമന്റെ റെസ്റ്റോറന്റിന്റെ കാര്യം പറഞ്ഞ സംസാരം പൊടി പഠിക്കുന്നു. എന്റെ പൊന്ന് കൃപു, താൻ ഇങ്ങനെ ഫോൺ നോക്കി അവരെ സ്പീഡ് കൂടുവോ? എടി ഗൂഗിൾ മാപ്പ് അല്ലേ ഇട്ട് കൊടുത്തേക്കുന്നേ, നമുക്ക് പറയാക്കത്തില്ല ചിലപ്പോൾ ഇവിടെ വന്ന് വരുന്നത് അവിടെ വന്ന് വരുന്നതെന്ന്. എന്നാ പിന്നെ താൻ ഒരു കാര്യം ചെയ്യും, താൻ അവിടെ ചെന്ന് നിൽക്ക്. എന്നാ ഞാൻ നടുക്കൂട്ടിരിക്കാം. വല്ലാത്ത അസുഖാണല്ലേ. എടി അവളും കുട്ടികളും മാത്രമല്ല, അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ വരുന്ന അവൾ പറഞ്ഞത്. എടാ ആരാണെങ്കിലും അവരിങ്ങോട്ട് വന്നോളേ. എടി അവളെ കണ്ടിട്ട് കുറെ നാളായില്ലടി, അവളെന്റെ ബെസ്റ്റ് പടിയല്ലേടി, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റാ, മനസ്സിലാക്കുന്നീ. അല്ലെങ്കിലും ഗൗരി എന്ന് പറയുമ്പോ ഭയങ്കര ഓവർ ആണല്ലോ. അങ്ങനെ താൻ ഓവർ ആക്കാതെ നമുക്ക് അകത്ത് വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കേശു, ശിവാനി, ഗൗരി, പാറു, എന്തൊക്കെയുണ്ട്? അടിപൊളി. നിങ്ങൾക്കോ? എനിക്ക് സുഖം. എന്താ ഇത്ര ലേറ്റ് ആയേ? മാപ്പ് വല്ലതും തെറ്റിയായിരുന്നോ? അത് പിന്നെ നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുക്കണ്ടേ ഒരു റൈറ്റ് എടുത്തു പോയി. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, അതാണ്. നമ്മൾ തമ്മിൽ അത്ര പരിചയമില്ല അല്ലേ? പേര് വിളിച്ചത് കറക്റ്റ് ആണ്. അന്ന് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ ചെന്നൈയിലായി പോയി. ശരി. ചെന്നൈ എങ്ങനെയുണ്ട്? അടിപൊളി. ചെന്നൈ പ്രമാദം, സൂപ്പർ. ഐ ഹാഡ് ബീൻ ഇൻ ചെന്നൈ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു. ടൈം കിടച്ചില്ല, ഫുൾ ബിസി. ഓ, നെക്സ്റ്റ് ടൈം വരുമ്പോ കണ്ടിപ്പാ കൂപ്പിടണോ? കണ്ടിപ്പാ വിൽ കോൾ യു. വേണമെന്നില്ല തന്നെ. എടാ, ഇതാണ് നമ്മളെ കനക ചേച്ചി, നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. ഫ്രണ്ടും ബാക്കും ഒന്നുമല്ല, ഞങ്ങൾ സ്വന്തം ആന്റിയാ. പതപ്പിച്ചങ്ങ് തള്ളി. உங்களை பத்தி கௌரி நிறைய சொல்லியிருக்காங்க. ചേച്ചിയെ പറ്റിയും ചൊല്ലിട്ടുണ്ട്. നല്ലതൊക്കെയാണോ ചേച്ചി പറഞ്ഞേ? പിന്നെ ரொம்ப நல்லா சொல்லியிருக்காங்க. നോർമലി അങ്ങനെ പറയാൻ വഴിയില്ല. അത് വേണ്ട. ഇല്ലല്ല, എന്റെ വെച്ചങ്ങനെ പറയും. അല്ല ലക്ഷ്യം വരാൻ വേണ്ടിയിരുന്ന ചേച്ചി, പക്ഷെ ലാസ്റ്റ് മിനിറ്റ് കുഴിപ്പുറത്ത് ട്രാപ്പായി പോയി. ഞങ്ങൾ കുറെ ഇറക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോ കൊണ്ടുപോവാ. ആ ഷുവർ. ഇത്രയും ദൂരം വന്നത് ഇവിടെ ഇരിക്കാനാണോ? അതെ, അകത്ത് കയറിട്ട് വേണ്ടേ പാറക്കുട്ടിക്ക് ഫുൾ എടുത്ത് കഴിക്കാൻ. ഈ പറയുന്ന ആൾക്കൊന്നും വേണ്ടല്ലോ. അല്ല ഏട്ടാ, ഇത് സ്വന്തം വീടാണോ വാടക വീടാണോ? ഇതോ? ഇതെന്റെ സ്വന്തം വാടക വീട്. പാറു, നിനക്ക് എന്തൊക്കെ അറിയണത്? എല്ലാം അറിയണ്ട ഏട്ടാ. എന്തിന് കൊച്ചു വീട് വിലക്കാക്കാൻ പോകുന്ന? പിന്നെ നീ വിളിച്ച് നമ്മൾ ഇങ്ങ് വന്ന് എന്തൊക്കെ സ്പെഷ്യൽ, എന്തൊക്കെ പരിപാടി അത് പറ. സ്പെഷ്യൽ ഇല്ല, നിന്നെ ഇങ്ങോട്ട് വിളിക്കത്തില്ലല്ലോ. ഓഹോ, എന്നാ നമ്മള് അകത്ത് കയറുന്നതിന് മുന്നേ സ്പെഷ്യൽ പറയാം, നമ്മൾ അകത്ത് കയറൂല. നമുക്ക് എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്ത് കഴിച്ചാൽ അത് അടിപൊളിയായിരിക്കില്ലേ? അതിലാണ് പേടി. എന്തോ പാറു അങ്ങനെ പറയുന്നേ? അതങ്ങനെയാണ്. இன்னத்த நியூ இயர் ஸ்பெஷல் நான் சமைக்கிறேன். உங்களோட ஸ்பெஷாலிட்டி தானே எனக்கு தெரியும். என்னது? தயிர் சாதம், கொண்டாட்டம், அப்பளம், நெய் தோசை. அதுக்கப்புறம் என்ன ஸ்பெஷாலிட்டி? ஏண்டி என்ன கிண்டல் பண்றியா? அதை விட ஸ்பெஷல் வெரைட்டி நான் குக் பண்ணுவேன், தெரியுமா? நான் எப்படி கிண்டல் பண்ணுமா செல்லோ? உங்களோட சமைக்கலுக்கு ரொம்ப பிடிக்கும்ல. நான் வந்து தமிழ் ஃபுட்டோட ஃபேன். ഓയ് ചെന്നൈ, ഓയ് കൊച്ചി, എന്ത് ഇവിടെ ഇന്ന് സംസാരിച്ചോണ്ടിരുന്ന ഇതൊക്കെ ആരുണ്ടാക്കും? അത് കറക്റ്റ്. വാ നമുക്ക് കയറിപ്പോ. കം ഓൺ. അതല്ല, ചിക്കൻ ഉണ്ടോ? പിന്നെ ചിക്കനൊക്കെ ഉണ്ട്. എടി ബീർ വല്ലതും വേണോ? എവിടെ പോവല്ലേ അങ്ങടെ? എവിടെ പോ? ഞാൻ ചുമ്മാ പറഞ്ഞ വാ ഇങ്ങോട്ട്. അല്ല പിന്നെ ബീർന്ന് പറഞ്ഞാൽ ആ പരിപാടിക്ക് നമ്മളില്ല. ചുമ്മാ പറഞ്ഞ വാ 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 കേശു. അത് മര്യാദ. ഉറപ്പല്ലേ? மாவு சரியா வரல போல. മാവ് ശരിയാ വരുന്നില്ലേ? ദോശ കൊളാവെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ മാവിനെ കുറ്റം പറയുമല്ലേ? என்ன சொன்ன? മനസ്സിലായില്ലേ? இல்ல. അവനെ മനസ്സിലാക്കണ്ട. അമ്മയ്ക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. അടികൊയ്. അയ്യോ, சொல்லு. என்ன சொன்னாவா? അത് നമ്മളെ സെയിം വേവ് ലെങ്ത് ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ. கௌரி சொல்லி கூட. പറയണോ പാറു? പറ, അല്ലെങ്കിൽ വേണ്ട. എന്നാ വേണ്ട. എടി, നീ അല്ലേ ചിക്കൻ ചോദിച്ചേ? എന്താ നിന്റെ ചിക്കൻ? ഇത്രയോടൊന്ന് കറിയായ? ഇത് കറിയാണോ? നല്ല ഫ്രഷ് ചിക്കൻ. എന്താണ് അടുക്കളയിൽ അടുത്ത പരിപാടി? അമ്മയോട് ഡാൻസ്. പാറുവേ,
അല്ല പിന്നെ അടുക്കളയിൽ കയറി വന്നിട്ട് എന്തോ അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? കറക്റ്റ്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. கௌரி நீ தானே ஏதோ ஸ்பெஷல் பண்றேன்னு சொன்ன. ആ സ്പെഷ്യൽ ഉണ്ടാക്കാനാണ് ഈ ചിക്കൻ. என்னது அது? ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ. ഡ്രൈ ഫ്രൈയാ? ഈ ഡ്രൈ ഫ്രൈ എന്ന് വെച്ചാലേ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് ഒരു പ്രത്യേക തരത്തില് ചിക്കൻ ഉണ്ടാക്കിയെടുക്കും. ചപ്പാത്തിനോടെ അടിക്കാടാ. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ കൂടെ വേണ്ട വരും. അതെന്തിന്? കുത്തി ഇറക്കണ്ടേ? എന്റെ പാറു, അതിനല്ലേ സ്പെഷ്യൽ ഗ്രേവി ഉള്ളത്. സ്പെഷ്യൽ അല്ല, നോർമൽ വല്ലതും ഉണ്ടാ? നോർമൽ ആയിട്ടുള്ള ആരാ ഉള്ളത്? നോർമൽ ആയിട്ടുള്ള ഫുഡ് വല്ലതും ഉണ്ടാ? இருக்குடா, நல்ல கீ ரோஸ்டும் தேங்காய் சம்மந்தியும். தேங்காடா, வெயிட்டடா. വെയിറ്റഡയാ? അതെന്തോടാ? അത് ഒരു ടൈപ്പ് ചെന്നൈ വിഭവമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാ. ശരിക്കും? டட்டடாய். ഇതാണോ അതിന്റെ വെയിറ്റഡാ? இந்த தேங்காய் யாருக்கு திருக தெரியும்? എനിക്ക് தெரியாது. ഉനക്ക് தெரியுமா? എനിക്ക് தெரியாது. ഉനക്ക് தெரியுமாடா? എനിക്ക് தெரியாது. ഉനക്ക് தெரியுமாடா? തെരിയവേ തെരിയത്. ആണാ തേങ്ങ തിരവേ തെറിയുന്ന ആളെ എനിക്ക് തെറിയും. യാരാ അത്? ശിവ. ശിവ അവള് ചെന്നൈ പോകുന്നതിന് മുമ്പ് സൂപ്പറായിട്ട് തേങ്ങ തരും. വീട്ടിൽ ഓടി ഇടന്നല്ലേ അവള് തേങ്ങ തിരിക്കൊണ്ടുവന്നത്. அப்படியா? അവളില്ലാതെ തേങ്ങ തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അവള് ന്യൂ ഇയർ കൊളായിക്കളെ. ஓ, நான் போய் பார்த்துட்டு வரேன். சிவா, ചെലവേടുത്തോണ്ട് പോണേ. சிவா, சிவா. എന്തോ ആന്റി? ഇതാ തേങ്ങ. താങ്ക്സ്. എന്തിനാ? തിരുകർത്തിക്ക്. തിരികെ? ആ, തിരുകോയല്ല. എനിക്ക് തിരികാന്ന് അറിയാൻ പാടില്ല. ഉനക്ക് തെരിയെന്ന് சொன்னாங்களே. ആര് சொன்னா? ചുമ്മാ എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് ഇങ്ങോട്ട് തേങ്ങ തിരുവാനാണോ? எனக்கு தெரியும் உனக்கு തിരുക தெரியும்னு. ഉനക്ക് എപ്പോഴും തെറിയ എനിക്ക് തിരികെ തരുമെന്ന്? കേശു சொன்னா. കേശോ, கௌரி கூட சொன்னா. അമ്മായി, പാറു കൂടെ சொன்னாளே. അവള് കൊച്ച്, അവളങ്ങനെ പലതും പറയും. പാറുവേ, എനിക്ക് വേണ്ട. എന്ത് അങ്ങനെ പറയില്ലേ? ചക്കരയല്ലേ? വേണ്ട. കേശോ, നീയാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് തേങ്ങ ചില പറയാന്ന്. ഇയാൾക്ക് വിളിച്ചോ? എന്തേ? അമ്മായിയും പറഞ്ഞു. ആരാന്ന് എനിക്ക് അറിയണ്ട. ഇതെനിക്കറിയത്തില്ല കേട്ടല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ തേങ്ങ തിരിക്കാൻ പഠിക്കണേ? എനിക്ക് ഇങ്ങനെയൊന്നും പഠിക്കണ്ട. ആണോ? ചിക്കൻ ചിക്കൻ. ഞാനും. ஏய், தோசை அங்க வச்சிருக்கேன். நீ வா தேங்காய் சிரகறதுக்கு. இங்க வா. വേറൊരു കാര്യം പറയാൻ പാടി. പെട്ട് കേട്ടാ? ഇല്ല. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്തൊക്കെയോ പണിയുണ്ട്. കേശവേ, ഉടായ്പ കാണിച്ച തേങ്ങ എറിഞ്ഞിട്ട് ഞാൻ പോയി തിരുവടി പാണേ. അയ്യോ, ഇപ്പോഴെങ്കിലും എടുത്തല്ലോ, സന്തോഷം. ഞാനെവിടെ? ഞാൻ നമ്മുടെ കൃപാന്തേട്ടൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞില്ല. ഓ, അവിടെ. ഓ, പിന്നെ ഞാനേ പറഞ്ഞില്ലായിരുന്നാ ഈ കാല് പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക്. അയ്യോ, അത് ചുമ്മാ പറഞ്ഞതാ. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കാല് പിടിക്കേണ്ട വരും. അല്ലേ, എന്നെ കൊണ്ട് കുത്തിയിരുത്തി തേങ്ങ ചെറിയിപ്പിച്ചിട്ട് ഇവനൊന്ന് കുണുങ്ങുന്ന അമ്മേ. ഞാനീ പറയണൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒന്ന് മൂളുമെങ്കിലും ചെയ്യും. ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലോ. ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി കേശു ഏതറ്റം വരെയും താഴും. താൻ എന്തൊന്നും മിണ്ടാത്ത? അയ്യേ, ഇതെന്തോന്ന് കുണുവാവയാ? കേറിക്ക് മുണ്ടാട്ടം. താൻ ഇങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നോക്കിയോ? ഇച്ചിരിക്കണ ഇച്ചിരി മാനം, തരിക്കുളുപ്പ്, പറയാനെങ്കിലും കുറച്ച് ആത്മാഭിമാനം എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? ഇപ്പൊ മെർലി മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിനെന്നോ എന്തേ നീ കൊച്ചിനെ തൊട്ട് നോക്കാ? പറയൂല നീ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്തേ മെർല് നിന്നെ പരീക്ഷ നീ എന്തോ ചെയ്യുമെന്ന്? കിടന്ന് മോങ്ങും.
കൊറേ മിണ്ടായിരിക്കാൻ പറയാൻ അടുത്ത്. എന്ത് അവള് പറഞ്ഞത് കാര്യമല്ലേ? അവൾ അത്രയൊന്നും പറയാറായിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊന്നും പറയാനുള്ള പ്രായമൊക്കെ ആയിട്ടില്ല. അയ്യോ, ഈ പ്രായത്തിലേ ഇതിനപ്പുറം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. അതുകൊണ്ട് ആ ഡയലോഗ് നീ ഇറക്കല്ലേ കേശുവേ. അവളിപ്പോ എന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാൻ വരണ്ട. അവള് വന്നല്ല. അവളെന്നല്ല, ബാക്കി ഞാൻ പറയാം. അവളെന്നല്ല, ഈ കുടുംബത്തിലെ ആരും നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതിപ്പോ ഞാനായാലും ആവശ്യമില്ല. അതല്ലേ പറഞ്ഞു വരുന്നേ? അത് നിന്റെ ഇഷ്ടം പോലെ എന്താ ചേച്ചി. കേശുവേ, എടാ വന്നൊന്നും നിനക്ക് എന്നേക്കാളും വലുത് പവളായി തുടങ്ങിയ. ഇടി എനിക്ക് അങ്ങനെ ആരും വലുതും ചെറുതൊന്നും ഇല്ല. എന്തൊരു പറയണ നീ? നിന്നെ ഉണ്ടല്ലോ, നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല. നീ ഒരു കാര്യം ചെയ്യ്, ഫോണും എടുത്തേ. അവളോട് ഞാൻ സംസാരിക്കാം. ഫോൺ എടുക്ക. എന്തിന്? കേശു മര്യാദയ്ക്ക് ഫോൺ താ, അവളോട് ഞാൻ സംസാരിക്കാം. തന്നെ ചോദിച്ചവിടെ ഇപ്പൊ എടുത്തു തരാൻ പോവില്ലേ? മുട ഇറക്കാൻ വരല്ലേ കേശു, മര്യാദയ്ക്ക് ഫോൺ താ. ആടി ഞാൻ ഇവിടെ ഒരു ലോഡ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കണ്. പാണേ ഞാൻ പിടിച്ചു വാങ്ങും, അടിയാവും. വേണ്ട, മര്യാദയ്ക്ക് തന്നോ. അയ്യോ പിടിച്ചു വാങ്ങണ കൊച്ചിനെ ഞാൻ കണ്ടോട്ടെ. ഫോൺ തന്നെ. നീ ഈ സാധനം എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പോണില്ല. കടിക്ക്, ഞാൻ കടിക്കും. വിടണ്ടേ? തൂക്കിയെടുക്കാൻ തറ നോക്കിയോ? കേശു, എറിഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ പോയി കിടക്കും. വിടറി ഫോണിൽ என்னடா பண்ற? അയ്യോ ആന്റി വീണേ. കണ്ടോ ആന്റി വീണ്? ആര് കാരണം? നീ ഒറ്റ കാരണം. ഞാനും വീണടി. അതിന് വാ ആന്റി, എണീക്ക് വാ. എടാ എന്താ പറ്റിയേ? എനിക്ക് അക്ക എന്താ പറ്റിയേ? തമാശ. നീ തമാശ പറയാത്ത കാര്യം പറ, എന്താ പറ്റിയേ? സംഭവേ ഞങ്ങള് ഒരു കളി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യം കനകാന്റി വീണ്, പിന്നെ ഞാൻ വീണ്, ചേച്ചിക്ക് വീണാ. അടിപൊളി അടിപൊളി. എന്താ അടിപൊളിന്ന്? ഇതാണ് മറിഞ്ഞു വീണ് കളി. മറിഞ്ഞു വീണ് കളിയോ? അതെന്താ? ഇനിയൊരു ഐറ്റം ഉണ്ട്, ചാടിച്ചവിട്ടി കളി. ഇതൊക്കെ എന്ത് കളിയാ പാറു? ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാത്രം സ്പെഷ്യൽ കളികളാ. എന്റെ ഈശ്വര, ഇതൊക്കെ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നേ. ഗൗരിയമ്മയും കൂടെ ഉണ്ടാവണമായിരുന്നു. ഇപ്പൊ കളി സൂപ്പർ ആയിരുന്നു തന്നെ. അതെ അതെ. എടാ നിനക്ക് ശരിക്കും എന്തെങ്കിലും പറ്റിയോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അക്കയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ஒன்றும் பிரச்சனை இல்லை. கேசு சிவா விளையாடுனெல்லாம் போதும், நம்ம கிச்சனுக்கு போலாம். கௌரி அங்க சிக்கன் பண்ணி வச்சிருப்பா. അത് പറയാനല്ലേ ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ ഫുള്ള് ബഹളം. നിങ്ങൾ കളി മതിയാക്കി വന്നേ. വാ, ഈ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ കേശുവേ? പാറു കിച്ചണിൽ ചിക്കൻ പണി വെച്ചിരിക്കല്ലേ? ഞാൻ പറഞ്ഞു കിച്ചണിൽ ചിക്കൻ പണി എന്ത് ഇങ്ങോട്ട് മുങ്ങണത്? കേശുവേ, ശിവയാണ് പറയണത്. മെർലിനെ ഞാൻ വിളിച്ചിരിക്കും, നിന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചിരിക്കും. കേട്ടല്ലോ? വിളിക്കാടി, സമയമില്ലേ. നീ ഇപ്പൊ അത് വിളിച്ചേ. ചുമ്മാ ഈ കാര്യം പാറു, ദേ ഗൗരിയമ്മയുടെ ചിക്കൻ. ചേട്ടനെന്തോ മറന്നിട്ടിരിക്കുന്നവരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ ഇരുന്നതാ. ഞാനേ ഈ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ കഴിച്ചു നോക്കിയേ. നല്ല മസാല എരിവൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചധികം ഡ്രൈ ആയി പോയോന്നൊരു ഡൗട്ട്. പക്ഷെ പലർക്കും പല രീതിയിലുള്ള ടേസ്റ്റ് ആണല്ലോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാണ് എങ്ങനെയുണ്ടെന്ന്. കൃപാന്തേട്ടൻ കഴിച്ചു നോക്കിയായിരുന്നോ? ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. ഞാൻ കഴിച്ചപ്പോ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരുന്നു. കേശു ഒന്ന് നോക്കടാ, ഒന്ന് കഴിച്ചു നോക്കടാ. ഒരു കരിഞ്ഞ മണം. ആ അത് വരും, കാരണം ചില്ലി ഡ്രൈ ഫ്രൈക്ക് അങ്ങനെ ഒരു മണം വരും അല്ലേ? ശിവ മക്കളെ കഴിച്ചോക്കടാ, കഴിച്ചോക്കടാ. രസമുണ്ട്. മക്കളെ പാറു, ഐശ്വര്യമായിട്ട് നീ തന്നെ കഴിച്ചു നോക്ക്. ചേച്ചിക്ക് എന്തോ ഇത്ര സ്നേഹം എന്റെ അടുത്ത്? അവിടെ ഇറക്കില്ലേട്ടാ. യോ, ചേച്ചിക്കറിയാവോ പാറുവിനൊരു സ്പെഷ്യൽ കഴിവുണ്ട്. എന്ത് കഴിവ്? അറിയത്തില്ലേ? നമ്മള് എന്ത് ഫുഡ് കൊടുത്താലും ഒരു കഷ്ണം എടുത്ത് വായി വെച്ചിരുന്നാ മതി. അപ്പൊ പറയും കൊള്ളാവോ കൊള്ളത്തില്ല, എന്ത് കൂടുതലുണ്ട് കുറവുണ്ട്, എന്തിനാ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ പറഞ്ഞു കളയും ഇല്ലേ? ചേച്ചി പൊക്കി പൊക്കി എന്നെ അങ്ങ് താരിടല്ലേ. മക്കള് കഴി. അമ്മായി ഉണ്ടാക്കിയതല്ലേ, തിന്നോക്കാം.
എന്ത് മോളെ? എന്ത് മോളെന്നാ എപ്പോഴും ഇറങ്ങിക്കോളും സ്പെഷ്യൽ എന്നും പറഞ്ഞോണ്ട്. ചേച്ചിയുടെ കൂടെ കൂടിയിട്ടാ ഈ സ്പെഷ്യൽ തലയ്ക്ക് പിടിച്ചത്. വായി വെക്കാൻ കുളത്തില്ല. പാറു, നമ്മളെ ഗൗരവമായില്ലേ, ഒരു അബദ്ധം പറ്റിയതായിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. വേറെ ഓപ്ഷൻ നോക്കാമല്ലോ. അല്ലേ അമ്മായി ഫുഡ് ഓർഡർ കേശു അല്ല പിന്നെ ഇത്രയും ജയിപ്പിക്കണ്ട. പിന്നെ யாரும் கவலைப்பட வேண்டாம். நான் ஸ்பெஷலான ஒரு டிஷ்ஷை போட்டு தரேன். സ്പെഷ്യൽ എന്നുള്ളൊരു വാക്ക് പറയല്ലേ. അല്ല ചേച്ചി എന്തോന്നാണ് ഉണ്ടാക്കാൻ പോണ? நான் சர்க்கரை பொங்கல். ശർക്കര പൊങ്കല്? சர்க்கரை பொங்கல் தெரியுமா? இந்த பாசிப்பருப்பு, பச்சரிசி, சர்க்கரை, அண்டிப்பருப்பு, கிஸ்மிஸ். ആന്റി, ന്യൂ ഇയർ ആണ്, പൊങ്കലല്ല. ഒരു പായസവും പരിപ്പും വന്നേക്കും. പാറു, ആൻറ്റി നല്ലൊരു കുക്കല്ലേ, അങ്ങനൊക്കെ പറയോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നേരമായി, തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. എനിക്കും അതാ ബെറ്റർ ആയിട്ട് തോന്നണേ. ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും കൂടെ ഒരു കാര്യം പറയട്ടാ. ഈ വർഷത്തിന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നിങ്ങൾ നോ പറയരുത് പ്ലീസ്. എന്തോ ആഗ്രഹം? ആഗ്രഹം എന്ന് വെച്ചാ ഞാൻ സമ്മതിച്ചു. ഇത്തവണ ഇതെനിക്ക് പാളി. പക്ഷെ അടുത്ത തവണ ഞാൻ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. ഈ അടുത്ത തവണ എന്ന് പറയുമ്പോ എപ്പോ അടുത്ത ന്യൂ ഇയറിനാ? അല്ല, അടുത്ത മിനിറ്റ്. എനിക്കൊരു ആഗ്രഹം, ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണം. അവിടെ ഞാൻ പ്രോയാണ്ടോ, ഞാൻ സെറ്റായിട്ട് ഉണ്ടാക്കൂ. ചേച്ചി ഞാൻ പോണേ. പാറു വാ, സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നു. വാ, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ഞാൻ ഗ്രിൽ ചിക്കൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. ആന്റി, പഴങ്കഞ്ഞുണ്ട? നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ തളർത്താതെ നീ കഴിച്ചു നോക്കിട്ട് പറ. അപ്പൊ ഞാൻ പരിപാടി നോക്കട്ടാ. നാളും പാളിക്കഴിഞ്ഞാലേ അമ്മ ഒറ്റയ്ക്കിരുന്ന് കഴിക്കത്തേ ഉള്ളൂ. മണം കേട്ടിട്ട് നല്ല സൂപ്പറാണ്. രക്ഷപ്പെട്ട്. പാറുവിന്റെ കൊതിയാട്ടാ. ഇപ്പൊ ചേട്ടന്റെ വായിന്ന് കപ്പലോടിയ. എടാ, ഇത് റെഡിയാന്നാണ് തോന്നുന്നേ. பார்த்தாலே தெரியுது, ரொம்ப ருசியா இருக்கும். എടി ഗൗരി, നീ അടുക്കളയിലൊക്കെ കയറി വലിയ പാചകറാണിയായെന്ന് തോന്നുന്നു. അയ്യാടാ, ഗൾഫിലായിരുന്നപ്പോഴേ ഞാൻ തന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണം. തള്ളേ, അമ്മായിയുടെ തള്ളു തുടങ്ങിയിട്ട് നല്ല ചൂടുണ്ടല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ കഴിച്ചാലോ? കഴിക്കാം. അനുന്നതൊക്കെ സെറ്റ് ചെയ്യണ്ടേ? ഞാനല്ല സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതെങ്കിലും അടിപൊളിയായല്ല. ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കട്ടെ. ഓക്കേ. ദേ, എല്ലാവരോടും ഒരു കാര്യം പറയാൻ പോവാണ്. ദേ, പുതിയ വർഷം പിറക്കുവാണ്. 2024 ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഈ മഞ്ഞ് പെയ്യുന്നിരുട്ടിലേക്ക് മറയുകയാണ്. 2025 ആണെങ്കിലോ നമ്മൾ പൊളിക്കും. പുതിയ വർഷം, പുതിയ പ്രതീക്ഷ, എന്തിന് പുതിയൊരു ലോകം തന്നെ. സെറ്റല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ പുതിയ വർഷത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ തീരുമാനം എടുക്കണം. പഴയതൊക്കെ കളയും വേണം, അതായത് വേണ്ടാത്തത്. ഈ വേണ്ടാത്ത ദുശീലങ്ങളെന്നും പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ വർഷം കരിയും തോറും ചേട്ടൻ ആർത്തി കുടിക്കൊണ്ടിരിക്കുക. അത് നാളത്തോടെ ഫുഡ് കുറയ്ക്കണം. ഈ അമിതാഹാരം അത്ര ശരീരത്തിന് നല്ലതല്ല കേശു. അത് കറക്റ്റ്. ഈ ആഹാരം കഴിക്കുന്നോണ്ടുള്ള പ്രശ്നമൊന്നും ഇല്ല, പണിയെടുത്താൽ മതി. നിനക്ക് എന്തുവാ പണി? ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക. ഇതിലാണ് നീ എന്തുവാണ് ചെയ്യുന്നത്? അതിലാണ് മാറ്റി പിടിക്കണത്. 2025 തുടക്കം മുതൽ ഞാൻ ജിമ്മിൽ പോണു. ഇനി എക്സസൈസും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഫ്രഷ് നൂറ്റാണ്ടുള്ള ഫ്രഷ് കോമഡി. എന്റെ പൊന്നോ, എന്റെ നല്ല വെറൈറ്റി റെസൊല്യൂഷൻ ആണ് കേട്ടാ. ഞാൻ ഇപ്രാവശ്യം സാധാരണ ബുക്ക് വായിക്കലൊക്കെ ഇത്തിരി കുറവാണ്. അതുകൊണ്ട് വായനാശീലം മെച്ചപ്പെടുത്താൻ വേണ്ടി ദിവസവും മിനിമം ഒരു ബുക്കിൽ നിന്ന് ഒരു പേജെങ്കിലും വായിച്ചിരിക്കും. അതാണ് എന്റെ റെസൊല്യൂഷൻ. സൂപ്പർ ശിവ. താങ്ക് യു ഗൈസ്, താങ്ക് യു. പക്ഷെ ഞാൻ എന്തെടുക്കും? ഞാൻ നല്ലൊരു റെസൊല്യൂഷൻ നിനക്ക് പറഞ്ഞുതരാം. നീ ചെറിയ കാര്യങ്ങൾക്ക് എന്നോട് ഒന്ന് ചൊറിയാറുണ്ടല്ലോ, അത് നാളെ തൊട്ടങ്ങ് നിർത്തുക. അതാണ് ഏറ്റവും നല്ല റെസൊല്യൂഷൻ. താൻ എന്നെ പുറകെ നടന്ന് ചൊറിയുമ്പോഴല്ലോ ഞാൻ തന്നെ ചൊറിയാറ്. ഇന്ന് രാവിലെ ഇവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു, നീ ഒന്ന് മൈൻഡ് പോലും ചെയ്തോ? മൈൻഡ്, ഞാൻ എന്റെ ചേച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ താൻ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ? ஸ்டாப். இங்க படிச்சவங்க தானே இந்த மாதிரி சண்டை போடுறது சரியா? நான் உங்களுக்கு ஒரு நியூ இயர் ரெசல்யூஷன் சொல்றேன். நீங்க சண்டை போடக்கூடாது. சப்போஸ் சண்டை போட்டா அப்பவே சாரி கேட்கணும். என்ன? ഞാൻ പറയാൻ റെഡിയാ, അവള് പറയത്തൊന്നുമില്ല. അക്ക പറഞ്ഞോണ്ട് ഞാനും റെഡിയാ. അടിപൊളി. ഇനി പാറുവിന്റെ റെസൊല്യൂഷൻ എന്താണ്? അന്നുള്ള പാഠം അന്ന് തന്നെ പഠിക്കും.
2025 തുടക്കത്തിലെ മികച്ച തള്ളിനുള്ള പുരസ്കാരം പാറുക്കുട്ടിക്കാണ്, ഉറപ്പിച്ച്. അത് കനകാന്റെ പറയണേ. நான் வந்து எல்லா நாளைக்கு நம்ம ரெஸ்டாரண்ட் பக்கத்துல ஒரு சித்தி விநாயகர் கோவில் இருக்குல்ல, அதுல போய் எல்லாருக்குமா வேண்டிப்பேன் டெய்லி. നിങ്ങള് മുത്താണോ എന്റെ മുത്ത്? എല്ലാരും കൂടെ ചുമ്മാ ഇങ്ങനെ കൂളായിട്ട് നിന്നാ മതിയാ? ചില്ലിയണ്ടേ? എല്ലാരും റെഡിയല്ലേ? പിന്നെ 1 2 3 ഹാപ്പി ന്യൂ ഇയർ! എന്തിനാണ് ഇവിടെ അടിപൊളി? നീ ഏറ്റിങ്ങനെ പോയെന്നാ? അച്ഛനമ്മേ എന്ത് പറ്റി? ശരി ചേച്ചി, നെയ്യാറ്റിങ്ങര പോയെന്ന്. അച്ഛനും അമ്മേ. ഓ പെട്ടെന്ന് ഇറങ്ങി പോയെന്ന്. കാര്യം ഇതൊന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. നിന്നോട് ആരാ പറഞ്ഞേ? ചേച്ചി. എന്തിനാ കാര്യപ്പന്? അവിടെ ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.